നമ്മളുടെ കുട്ടികളുടെ മരുന്നിൻ്റെ അളവ് ക്യാപ്പ്, അതായത് നമ്മൾ 5 ml 2 ml 10 ml ഇങ്ങനെ വേറെ വേറെയുള്ള ക്യാപ്പുകളെല്ലാം ഒരുമിച്ച് ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ അത് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരുടെ മരുന്നുകൾ എപ്പോഴും ഒരു എക്സ്ട്രാ ബോട്ടിൽ പൊട്ടിക്കാത്തത് നമ്മൾ കയ്യിൽ വയ്ക്കാം. ചില സമയങ്ങളിൽ ചില മരുന്നുകൾ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ 3 വീക്സോ 2 വീക്സിന് ശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പീഡിയാട്രീഷ്യൻസ് പറയും. അതുകൊണ്ട് തന്നെ ചുമ, പനി, ജലദോഷം, ORS ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഒരു ബോക്സിലെടുത്ത് വയ്ക്കുക. ആ ബോക്സിൽ നമുക്ക് നോക്കിയാൽ മതി, ഇൻ കേസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കളയാനായിട്ട്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ ആയാലും നമ്മളുടെ ആയാലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലഞ്ച് ബോക്സ് സംഭവങ്ങളെല്ലാം വെക്കാനായിട്ട് ഒരു ബാസ്ക്കറ്റ് എടുക്കുക. ഈ ബാസ്ക്കറ്റിലേക്ക് നമ്മളുടെ കുപ്പികൾ, പാത്രങ്ങൾ എല്ലാം കഴുകി വയ്ക്കാം.